എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് സൂത്രധാരൻ ഹഫീസ് സയ്യിദിനെയും മരുമകൻ അബൂ ഖാത്തലിനെയും അജ്ഞാതർ വെടിവെച്ച് കൊന്നു തള്ളി എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സംഭവം നടന്നത് ഇന്നലെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ചായിരുന്നു. ഈ ഹഫീസ് സയ്യിദും അബൂ ഖാത്തലും കൂടെ രണ്ട് സെക്യൂരിറ്റി ഒഫീഷ്യൽസും കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് മരുമകൻ കൂടിയായ അബൂ ഖാത്തലായിരുന്നു. അപ്പോൾ ഇവരെ പിന്തുടർന്ന് 4 പേരടങ്ങുന്ന അജ്ഞാതർ ഇവരെ പിന്തുടർന്ന് ഏകദേശം 12 കിലോമീറ്ററോളം ഇവരെ ചേസ് ചെയ്ത് ലാസ്റ്റിൽ അവസാനം ഈ അജ്ഞാതർ ഇവരുടെ കാർ കുറുകെ വെച്ചിട്ട് നേരെ വെടിയുതിർത്തു. ആദ്യം അബൂ ഖാത്തലിനെ വെടിവെച്ചു, പിന്നെ ഹഫീസ് സയ്യിദിനെ വെടിവെച്ചു. അബൂ ഖാത്തൽ സ്പോട്ടിൽ തീർന്നു. ഈ വിവരം അബൂ ഖാത്തൽ കൊല്ലപ്പെട്ട വിവരം പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഹഫീസ് സയ്യിദ് കൊല്ലപ്പെട്ട വിവരം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ലാഹോറിലെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്, തീവ്ര പരിചരണ വിഭാഗത്തിലാണ് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില അറബ് മാധ്യമങ്ങളും ചില ഇന്ത്യയിലെ ചില ദേശീയ മാധ്യമങ്ങളും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹഫീസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്ന് ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചൊരു കാര്യമായിരുന്നു ഹഫീസ് സയ്യിദിൻ്റെ ദേഹത്ത് 4 ബുള്ളറ്റുകൾ പതിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും ചില അറബ് മാധ്യമങ്ങളും ഹഫീസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വാർത്ത ഇപ്പോൾ പുറത്ത് ഫ്ലാഷ് ന്യൂസായിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ദീർഘകാലമായിട്ട് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിൻ്റെ മാസ്റ്റർ മൈൻഡ് ഹഫീസ് സയ്യിദ് ആയിരുന്നു എന്നുള്ള വളരെ വ്യക്തമായ സോളിഡ് എവിഡൻസ് ഇന്ത്യയുടെ പക്കലുണ്ട്. ഇന്ത്യ പല പ്രാവശ്യം അത് പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അതായത് ഹഫീസ് സയ്യിദിനെ കൈമാറണമെന്ന് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹഫീസ് സയ്യിദിനെ പിടികൂടെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറായില്ല. മാത്രമല്ല ഇന്ത്യ നിരന്തരം ഇങ്ങനെ ഫോഴ്സ് ചെയ്തപ്പോൾ അവസാനം പാകിസ്ഥാൻ എന്താ പണിയെടുത്തെന്നറിയോ? പാകിസ്ഥാൻ ഈ ഹഫീസ് സയ്യിദിനെ പിടിച്ച് ജയിലിലിട്ടു. ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് കുറച്ച് നാൾ ജയിലിലിട്ടു, പിന്നെ ഫ്രീ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനുശേഷവും ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പല രീതിയിലും കാശ്മീരിൽ എവിടെയൊക്കെ ആയിട്ട് ഈ മാമനും മരുമകനും കൂടി ഇവിടെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അബൂ ഖാത്തൽ ആരായിരുന്നു? അബൂ ഖാത്തൽ ഹഫീസ് സയ്യിദിൻ്റെ മരുമകനാണ്. ആദ്യം പറയുന്ന മരുമകനാണ്. ഈ മരുമകൻ പറയുക ഡെഡ്ലിയസ്റ്റ് എന്താ പറയുക ഒരു തീവ്രവാദിയാണ്, ഒരു ഡെഡ്ലിയസ്റ്റ് ടെററിസ്റ്റാണ് ഈ അബൂ ഖാത്തൽ. ഈ അബൂ ഖാത്തൽ 2023 രജോറി ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 12ഓളം തീർത്ഥാടകരെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡാണ് ഈ അബൂ ഖാത്തൽ. അതുമാത്രമല്ല അവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഒരുപാട് ടെററിസ്റ്റ് ഓപ്പറേഷൻ എന്താ പറയുക പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരാളാണ് ഈ അബൂ ഖാത്തൽ. അപ്പോൾ അബൂ ഖാത്തലും ഇന്ത്യയുടെ NIAയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇവർ 2 പേരും കൊന്നു തള്ളി എന്നുള്ള വളരെ ഈ നോമ്പ് ദിനത്തിൽ തന്നെ ഈ റമദാൻ മാസത്തിൽ തന്നെ ഇവന്മാരെ കൊന്നു തള്ളിയത് അതിനെന്താ പറയേണ്ടത് ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. ഈ അജ്ഞാതൻ എന്ന് പറയുന്ന ആരാണ്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അതായത് ഈ അജ്ഞാതനെ എന്നു തൊട്ടാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്? അതായത് 2014 നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ അജ്ഞാതൻ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്തകൾ വരുന്നത്. അപ്പോൾ ഓരോരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരാളെയും 1 by 1 ആയിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ വെച്ച് വേറൊരുത്തനെ തട്ടിയത്. അതായത് നമ്മുടെ കൽഭൂഷൺ ജാദവ്. ഈ കൽഭൂഷൺ ജാദവ് ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു. അവരെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയത്, അതായത് പാകിസ്ഥാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു, ഒരു ടെററിസ്റ്റ് ആയിരുന്നു. അതിന് പേര് മറന്നുപോയി. അവനെയും കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതർ പട്ടമാക്കിയിരുന്നു. 14 ബുള്ളറ്റായിരുന്നു അവൻ്റെ തലയിൽ മാത്രം കയറിയത്. അതേമാതിരി തന്നെ അതേ ഓപ്പറേഷൻ തന്നെയായിരുന്നു ഇവിടെയും ഇവർ ചെയ്തത് ഈ അജ്ഞാതർ. അതായത് ഈ അബൂ ഖാത്തലിനെ ഏകദേശം ഇവർക്ക് മനസ്സിലായി ഇവർ ആളൊഴിഞ്ഞ പ്രദേശത്തൂടെ ട്രാവൽ ചെയ്യുമായിരുന്നു. ഈ ഹഫീസ് സയ്യിദും ഈ അബൂ ഖാത്തൽ ഇവർ കാറിൽ. അപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്ന ആർക്കോ മനസ്സിലായി. ഏകദേശം 12 കിലോമീറ്ററോളം നല്ല സ്പീഡിൽ ഇവർ ചേസ് ചെയ്തിട്ടാണ് അജ്ഞാതർ കാർ ഇവർ കുറുകെ വെച്ചിട്ട് ഇവർ ഓപ്പറേഷൻ നടത്തിയത്. അതായത് ആദ്യം തന്നെ ഈ അജ്ഞാതർ 4 പേരായിരുന്നു. ഈ 4 പേര് ആദ്യത്തെ 2 പേര് ഫ്രണ്ടിൽ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് കാർ ഓടിച്ചിരുന്ന അബൂ ഖാത്തലിനെ വെടിവെച്ചു. അവൻ്റെ തലയിൽ ഏകദേശം 14ഓളം ബുള്ളറ്റുകൾ. ആദ്യം പറഞ്ഞ മാതിരി ഈ കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ പാകിസ്ഥാൻ നേവിയെ സഹായിച്ച ഒരു ടെററിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട്. അവൻ്റെ തലയിലും അജ്ഞാതർ വെടിവെച്ചത് 14 ബുള്ളറ്റാണ്. അതേമാതിരി അബൂ ഖാത്തലിൻ്റെ തലയിലും 14 ബുള്ളറ്റാണ് കഴിഞ്ഞ ദിവസം പതിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഒഫീഷ്യലി സ്ഥിരീകരിച്ചു അബൂ ഖാത്തൽ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഒഫീഷ്യൽ സ്ഥിരീകരിച്ചു. പിന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഹഫീസ് സയ്യിദ് ICUലാണെന്നാണ്. പക്ഷേ അവിടുത്തെ ചില ലോക്കൽ മാധ്യമങ്ങൾ, അതായത് ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ ചാരമായി പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ ഹഫീസ് സയ്യിദ് കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ എന്താ പറയേണ്ടത്, ഒരു മീഡിയ എമർജൻസിയാണ് ശരിക്കും പാകിസ്ഥാനിലെ പല കാര്യങ്ങളും
പുറം ലോകം അറിയില്ല. ഇപ്പോൾ ചൈനയിലൊക്കെ സംഭവിക്കുന്നില്ലേ? ചൈനയിലെ പല കാര്യങ്ങളും പുറം ലോകം അറിയാത്ത എന്തുകൊണ്ടാണ്? അവിടുത്തെ ഒരു ഇൻറ്റേർണൽ എമർജൻസി ഉണ്ട് മീഡിയയിൽ. പുറത്തെ ആൾക്കാർക്ക് വന്നൊന്നും അവിടെ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ പല കാര്യങ്ങളും ബാൻഡാണ്. അവിടെ വളരെ റെസ്ട്രിക്ഷനാണ്. അതേമാതിരിയാണ് പാകിസ്ഥാനിലും ഭയങ്കര മീഡിയ റെസ്ട്രിക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്കെതിരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയകളാണ് ഇത്തരം വാർത്തകൾ, അതായത് ഹഫീസ് സെയ്ദ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ എന്താ പറയുക പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും ഇന്ത്യയിലെ പല ദേശീയ മാധ്യമങ്ങളും ഹഫീസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ചില അറബ് മാധ്യമങ്ങളും ഇത് വന്നിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇതൊരു മധുര പ്രതികാരമാണ്. അതായത് നമുക്കറിയാം എന്താ പറയേണ്ടത്, മുംബൈ ഭീകരാക്രമണത്തിൽ ഇവിടെയൊക്കെ ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തൊക്കെ വന്നിട്ട് എന്താ പറയുക, ഇവിടെ അഴിഞ്ഞാടുമായിരുന്നു ഈ ടെററിസ്റ്റുകൾ. ഈ കൊളാബോ സ്ട്രീറ്റിലും അവിടെയൊക്കെ കയറിയിട്ടുണ്ടല്ലോ, അഴിഞ്ഞാട്ടമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനിലിരുന്നിട്ട് എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ഈ എന്താ പറയുക കസബൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ, ഹെഡ്സെറ്റിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ അവിടുത്തെ പാകിസ്ഥാനിലെ ആൾക്കാരായിട്ട്. അപ്പോൾ ഈ അജ്മൽ കസബിനും ഇവിടെ കയറി അഴിഞ്ഞാടി തീവ്രവാദികൾക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറേ ആൾ പൊക്കിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അവരെല്ലാവരും പൊക്കിയിട്ടുണ്ട്. എന്തിനാ താജ് ഹോട്ടലിലെ ജീവനക്കാർ പോലും ഇത്തരം തീവ്രവാദികളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും, അതായത് ഇന്ത്യക്ക് അപമാനമുണ്ടായ ഒരു അറ്റാക്കായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക അന്ന് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച് പാകിസ്ഥാനിലെ എന്താ പറയുക പെഷവാറിൽ ഇരുന്നിട്ട് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ഹഫീസ് സെയ്ദിനെ തീർത്തി എന്നുള്ള വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. അജ്ഞാതൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ലേ? അജിത് ഡോവലിൻ്റെ പിള്ളേർ തന്നെയാണ് അജ്ഞാതൻ. എന്തിനാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അത് സന്തോഷം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണമെന്നില്ല. ഈ വാർത്ത വരുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ കേരളത്തിലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത ഓൾറെഡി റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകളിൽ എന്താ പറയുക കണ്ണുനീര്, അതായത് സാഡ് ഇമോജി ഇട്ടിരിക്കുന്ന കുറേ ആൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ആലോചിച്ച് കേരളത്തിൽ, അതായത് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം അഴിച്ചുവിട്ട ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കേരളത്തിലൊരു മാധ്യമം അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ഇട്ടപ്പോൾ എന്താ പറയേണ്ടത്, അതിനിടയിൽ വന്ന് സാഡ് ഇമോജി ഇട്ട കുറേ ആൾക്കാർ ഇപ്പോഴും നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതായത് കുറേ റിപ്പോർട്ടർ ചാനലും മറ്റെന്താ പറയുക മനോരമയ്ക്ക് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു അവരുടെ പോർട്ടലിൽ ഈ വിവരം. അതിനിടയിൽ വന്ന് കമൻറ്റുകളൊക്കെ നോക്കിക്കോ, കുറേ ഇമോജി ഇട്ടിരിക്കുകയാണ്. അതായത് മിക്ക ആൾക്കാർ ഇട്ടിരിക്കുന്നത് എന്താണ്, ഹാപ്പി സ്മൈലി തന്നെ ഇട്ടിരിക്കുന്നത്. പക്ഷേ സാഡ് ഇമോജി ഇട്ട ആൾക്കാരുണ്ട് കേരളത്തിൽ നിന്ന്. അപ്പോൾ എന്താ പറയേണ്ടത്, ഇവർക്കൊക്കെ അതേമാതിരി തന്നെയാണ്. മുംബൈ അറ്റാക്ക് നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും കുറേ സപ്പോർട്ട് കിട്ടുക. ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കൂളായിട്ട് പാകിസ്ഥാനിൽ നേരെ കയറി വന്ന് നിരത്തി അടിക്കുന്നത്. ഇങ്ങനെ കൊളാബോ സ്ട്രീറ്റിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കണ്ട ആളുകൾ ഇങ്ങനെ വാരി വലിച്ച് വെടിവെക്കായിരുന്നു അവന്മാർ ചെയ്ത്. അപ്പോൾ അതാ പറയുന്നത്, ഇന്ത്യയിലെ എല്ലാവർക്കും അത് ഈ വിവരം സന്തോഷം, ഈ ഒരു വാർത്ത സന്തോഷം നൽകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുറേ പാകിസ്ഥാൻ അനുകൂലികൾ, അതായത് മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന ഈ കേരളത്തിലും എന്താ പറയുക ഈ ഹഫീസ് സെയ്ദ് കൊല്ലപ്പെടുമ്പോൾ സങ്കടപ്പെടാൻ ആൾക്കാരുണ്ട് എന്നതാണ് വിചിത്രമായ കാര്യം. എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരിക്കാം. ഇത് ഒഫീഷ്യലി പാകിസ്ഥാൻ തന്നെ അടുത്ത് തന്നെ സ്ഥിരീകരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതിനായി കാത്തിരിക്കാം. എന്തായാലും ഈ തീവ്രവാദിയെ എന്താ പറയുക ഹൂറികളെടുത്തേക്ക് അയച്ച ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് നല്ലൊരു നമസ്കാരം, ഇതോടെ ബിഗ് സല്യൂട്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ എന്താ പറയുക ഇത്തരത്തിൽ കൂടുതൽ തീവ്രവാദികളെ കൊന്നു തള്ളാൻ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.